ഒരു ദിവസം ഒരു കുട്ടി തന്റെ അച്ഛനോട് ചോദിച്ചു, എന്റെ ജീവിതത്തിന്റെ വില എന്താണ്? നേരിട്ടൊരു ഉത്തരം പറയാതെ മനോഹരമായ ഒരു കല്ല് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് അച്ഛൻ പറഞ്ഞു, നീ ഇത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കണം. പക്ഷേ വില പറയുന്നതിന് പകരം നീ നിന്റെ 2 വിരലുകൾ ഉയർത്തി കാണിക്കണം. മാർക്കറ്റിൽ വെച്ച് അവന്റെ കല്ല് ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീ അടുത്തു വന്നു. ഈ കല്ലിന് എന്താണ് വില? അവൻ അച്ഛൻ പറഞ്ഞതുപോലെ അവന്റെ 2 വിരലുകൾ ഉയർത്തിക്കാട്ടി. 200 രൂപയാണോ? എങ്കിൽ ഞാൻ വാങ്ങിക്കാം. അവൻ അച്ഛന്റെ അരികിലെത്തി ഉണ്ടായ സംഭവം വിവരിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ഇനി ഇതുമായി ഒരു മ്യൂസിയത്തിൽ പോവുക. മ്യൂസിയത്തിൽ വച്ച് ഒരാൾ അവന്റെ അടുത്തു വന്നു. മനോഹരമായ കല്ലാണല്ലോ, എന്താണിതിന് വില? ഇത്തവണയും അവൻ തന്റെ 2 വിരലുകൾ ഉയർത്തി കാണിച്ചു. 2000 രൂപയാണോ? എങ്കിൽ ഞാൻ വാങ്ങാം. അവൻ അത്ഭുതപ്പെട്ടുപോയി. അവൻ അച്ഛന്റെ അടുത്തേക്ക് ഓടി. ഉണ്ടായ സംഭവങ്ങൾ വിവരിച്ചപ്പോൾ അച്ഛൻ അവനോട് പറഞ്ഞു, നീ ഇനി ഇതുമായി കല്ലുകളും മുത്തുകളും വിൽക്കുന്ന ഷോപ്പിൽ കൂടി പോകണം. അങ്ങനെ അവൻ ഷോപ്പിലെത്തി. അവന്റെ കയ്യിലെ കല്ല് കണ്ട് കടക്കാരൻ അവനോട് ചോദിച്ചു, വളരെ വിലമതിക്കുന്നതും അധികം കാണാത്തതുമായ ഒരു കല്ലാണല്ലോ ഇത്. ഇതിനെന്താണ് വില? നേരത്തെ ചെയ്ത പോലെ വിരലുകൾ ഉയർത്തിയപ്പോൾ കടക്കാരൻ പറഞ്ഞ വില കേട്ട് അവൻ അച്ഛന്റെ അടുത്തേക്ക് ഓടി. അച്ഛാ, ആ കടക്കാരൻ ഈ കല്ലിന് 2 ലക്ഷം രൂപ വില പറഞ്ഞു. ഇതിൽ നിന്നും നിനക്ക് എന്താണ് മനസ്സിലായത്? ഒരേ കല്ലിന് 3 ആളുകൾ 3 വ്യത്യസ്ത വില പറഞ്ഞു. ആദ്യത്തെ 2 പേർക്ക് അതിന്റെ യഥാർത്ഥ വില അറിയില്ലായിരുന്നു. എന്നതുപോലെ തന്നെയാണ് ജീവിതവും. നമ്മെ മനസ്സിലാക്കാത്തവരുടെ ചുറ്റുപാടിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ അവർ നമുക്ക് ഒരു വിലയും കൽപ്പിക്കില്ല. എന്നാൽ നിന്നെ മനസ്സിലാക്കുന്നവരുടെ കൂടെയാണ് നീയെങ്കിൽ അവർ നിനക്ക് യഥാർത്ഥ വില കൽപ്പിക്കുന്നു. അതുകൊണ്ട് നീ നിന്റെ വിലയെ തിരിച്ചറിയുക. നിന്നെ മനസ്സിലാക്കാത്ത, നിന്റെ വില അറിയാത്ത ആളുകളുടെ കൂടെ സമയം കളയാതെ നിന്റെ യഥാർത്ഥ വില അറിയുന്ന, നിന്നെ മനസ്സിലാക്കുന്ന ആളുകളെ തിരഞ്ഞെടുത്ത് നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക.